വീഡിയോയിലെ മാർക്കറാണ്. അപ്പൊ കില്ലറല്ലേ അങ്ങനെ നമ്മുടെ കൂലി LCU ഇല്ല ലോകേഷ് LCU LCU ഒരിക്കലും ഇല്ല. ഞാൻ അതിന്റെ റിവ്യൂവിനെ കുറിച്ച് പറയാം, പക്ഷേ സിനിമയെ കുറിച്ച് പറയാം. ഞാൻ പിന്നെ കില്ലറല്ല എന്നും പറയുന്ന പോലെ എന്ന് വെച്ചാൽ ഞാൻ ആസ് എ നോർമൽ പേഴ്സൺ ആയിട്ട് റിവ്യൂ പറയുന്നത്, അല്ലാതെ മറ്റുള്ള റിവ്യൂവേഴ്സിനെ പോലെ അത് അങ്ങനെയായിരുന്നു ഇത് ഇങ്ങനെയായിരുന്നു ഡയറക്ടർ അങ്ങനെ കൊണ്ടുവന്നാൽ മതി ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി എന്നൊന്നും എനിക്കില്ല. നിങ്ങളെ പോലെ ഞാനും എന്താ വെച്ചാൽ ഒരാളൊരു പടത്തിന് പോയി, അപ്പൊ അയാൾക്ക് എന്ത് തോന്നി, ഇല്ലെങ്കിൽ അയാൾ ഒരു മറ്റുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമല്ലോ, ആ സംഭവം നിങ്ങളുടെ അടുത്ത് പറയാൻ പോണില്ല. മാർക്കൊന്നും തൊണ്ടി പോയി തോന്നില്ല മഷി പോട്ടെ. അപ്പൊ നമ്മുടെ സ്വന്തം എന്താ വെച്ചാൽ ഡയറക്ടറിന്റെ പേര് നോക്കാതെ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വെച്ചാൽ ആ ഒരു ഡയറക്ടറിന്റെ പേര് വന്നിട്ട് കില്ലറ ലോകേഷ് ആയിരിക്കണം. എന്താ വെച്ചാൽ ലോകേഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്താ വെച്ചാൽ ലോകേഷ് അങ്ങനെ കുറെ പടങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടില്ല. അതുകൊണ്ട് ലോകേഷ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്വാഭാവികമായി ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് പോവാ എന്ന് വിചാരിക്കുന്ന ടീമുകളാണ് എല്ലാവരും, ഈവൻ ഞാൻ പോലും. പിന്നെ നമ്മുടെ കില്ലറ സ്വന്തം സൂപ്പർ സ്റ്റാർ നമ്മുടെ രജനി അണ്ണൻ, പിന്നെ സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ പിന്നെ കില്ലറ പറയാനില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ പ്ലസ് പിന്നെ നമ്മുടെ സ്വന്തം അനിരുദ്ധ്, മ്യൂസിക്കലിലെ മായാജാലം തീർക്കുന്ന നമ്മുടെ അനി. സത്യം പറയുക എടുത്ത് പറയേണ്ട ഒരു സാധനം BGM ഇല്ലട. ഓരോ നടന്മാർ വരുമ്പോഴും BGM ഇല്ലട. വേറെ ലെവൽ ഇല്ലട. കിണ്ണം കാച്ചി പോലെ ആക്കിയിട്ട് അതിൽ അനിരുദ്ധിന് നമ്മളൊരു വൻ ക്ലാപ്പ് തന്നെ കൊടുക്കണം ഇല്ലട. എന്താ വെച്ചാൽ അമ്മ ഒരു സാധനം ഇല്ലട. സത്യം പറയുമല്ലോ, നമ്മുടെ പവർ ഹൗസ് നമ്മൾ ആ പാട്ട് കേട്ടപ്പോൾ തന്നെ ഇടയിൽ സേ മൈ നെയിം ഗോഡ് ഡാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളെ ഞെട്ടില്ലട. അയ്യോ ഇതൊക്കെയാ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബ്രേക്കിംഗ് ബാഡിന്റെ സംഭവമൊക്കെ നമ്മൾ കേട്ടപ്പോൾ തന്നെ കലക്കം എന്താ വെച്ചാൽ പാട്ട് അങ്ങനെയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ BGM വേറെ ലെവലിൽ കേട്ടോ. സത്യം പറയല്ലോ, ഓരോരുത്തരുടെ എൻട്രിക്കും ഇപ്പൊ സോബിനാണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ രജനിയാണെങ്കിൽ പിന്നെ നമ്മുടെ നാഗാർജുന പിന്നെ അമീർ ഖാൻ അങ്ങനെ പറയത്തൊക്കെ എല്ലാവരും, ഈവൻ നമ്മുടെ പിന്നെ വേറൊരു ക്യാരക്ടർ കൂടി ഉണ്ട്, അത് ഞാൻ പറയില്ല, സസ്പെൻസ് ആണത്. അപ്പൊ അങ്ങനെ എല്ലാവരും എന്താ വെച്ചാൽ എൻട്രിക്ക് നല്ല BGM സെറ്റ് സാധനം കേട്ടോ. സത്യം കേൾക്കുമ്പോൾ നമ്മൾ തലയാട്ടി പോയി മനസ്സിലായി. തിയേറ്റർ ഞാൻ ഇത് രാവിലെ ഉറക്കത്തെ എണീച്ച് പോയതാണ് ഇല്ലടല്ലേ. 6 മണിക്കുള്ള ഷോയ്ക്ക് പോയതാണ്, ഫാൻ ഷോയ്ക്ക്. അടുത്തും 250 രൂപ കൊടുത്തിട്ടില്ല, 100 രൂപ 250 രൂപ കൊടുത്തിട്ട്. അപ്പൊ നമ്മൾ ഈ BGM കേൾക്കുമ്പോൾ ഇങ്ങനെ ഇല്ലടല്ലേ. അപ്പൊ നമ്മുടെ ക്യാരക്ടേഴ്സ് ഞാൻ കുറിച്ച് പറയില്ലടല്ല. നമ്മുടെ രജനി അണ്ണൻ, സത്യരാജ് അണ്ണൻ, പിന്നെ ശ്രുതിക സെൻ, പിന്നെ നമ്മുടെ സൗബിൻ ഷാഹിർ, അമീർ ഖാൻ, നാഗാർജുന, പിന്നെ ഉപേന്ദ്ര ഇല്ലടല്ലേ. അതാണ് ട്വിസ്റ്റ്. നമ്മുടെ ഉപേന്ദ്ര പറഞ്ഞ ഒരു തെലുങ്കിലാണ് തോന്നുന്നു ഇല്ലടല്ലേ. എനിക്ക് പുള്ളിക്കാരൻ്റെ അറിയില്ല, ഞാൻ സിനിമകൾ കുറെ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരനുണ്ടല്ലേ ആ സസ്പെൻസ് ആയിട്ട് ലാസ്റ്റേ വരുള്ളൂ. പിന്നെ കേട്ടോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും ഇതെന്താ ഈ പൊട്ടൻ ഇങ്ങനെ എഴുതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എഴുതിക്കുന്നുണ്ട്. കൂലി കേട്ടല്ല, കൂലി നമ്പർ 4311. അതിൽ രജനിയാണെന്ന് എന്തോ ആണ് കേട്ടല്ല. എനിക്ക് 4311 ആണ് കേട്ടത് തോന്നിയത്. അപ്പൊ ആ സംഭവമാണ് കേട്ടോ കൂലി നമ്പർ, മനസ്സിലായി, ആ ഒരു സംഭവമാണ് ഇത്. പിന്നെ നമ്മുടെ സ്വന്തം എന്താണ് സൗബിൻ കില്ലറ വേറെ ലെവൽ കാഴ്ച വെച്ചിട്ടുണ്ട് അഭിനയം. സീരിയസ് ആയിട്ട് പറയല്ലോ. എന്താ വെച്ചാൽ നമ്മളെ ജയിലിലെ തന്നെ നമ്മുടെ വിനായകനാണെന്റെ പെർഫോമൻസ് കണ്ടു. എന്താ വെച്ചാൽ രജനിയാണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വില്ലന്മാരായിട്ട് വലുതായിട്ട് ആരും വരാനില്ല. വലിയ വില്ലന്മാരില്ലെങ്കിൽ ഓപ്പോസിറ്റ് നല്ല മമ്പം വില്ലന്മാരൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ അറിയാത്ത ക്യാരക്ടേഴ്സ്, ഇപ്പൊ വിനായകൻ, ഇപ്പൊ സൗബിൻ വന്നപ്പോൾ നമ്മൾ ഞെട്ടി കേട്ടല്ലേ ജയിലറിൽ. ഇവിടെ എന്താ സംഭവം, വിനായകൻ എന്തൊക്കെയാ കാട്ടിക്കൊള്ളണമെന്ന് നമ്മൾ തോന്നിപ്പോയി. അതേപോലെ നമ്മുടെ സൗബിൻ വന്നപ്പോൾ നമ്മൾ ഇടല ഞെട്ടി, സീരിയസ് ആയിട്ട് ഞാൻ ഞെട്ടി. എന്താ വെച്ചാൽ ഇതാകുമ്പോൾ നമുക്ക് വില്ലന്മാരെ കുറിച്ച് അറിയില്ല ഇടല. പുതിയൊരു ക്യാരക്ടർ വില്ലനായിട്ട് വരുന്ന സമയത്ത് നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, മനസ്സിലല്ലേ. ഇപ്പൊ നമ്മളൊരു പുതിയ പടം കാണുമ്പോഴാണ് പുതിയ ക്യാരക്ടേഴ്സിന് കൊണ്ടുവരുന്ന സിനിമ ഡയറക്ടർമാർക്ക് അങ്ങനെയാണ് ഇല്ലടല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാം കിട്ടിയാൽ നമുക്ക് ബോണസ് ആണ്. ഇപ്പോൾ നല്ല അഭിനയം കിട്ടിയാൽ നമുക്ക് നല്ല ബോണസ് ആണെന്ന് പറയില്ലേ. എന്താ വെച്ചാൽ എല്ലാം അയ്യോ ഇങ്ങനെയൊക്കെ അഭിനയിക്കോ ഇവൻ എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടാവും. സീരിയസ് ആയിട്ട് എനിക്ക് ആ ഒരു ചോദ്യം വന്നു സൗബിന്റെ കാര്യത്തിൽ. എന്താ വെച്ചാൽ സൗബിൻ വേറെ ലെവൽ അഭിനയിച്ചിട്ടില്ലടല്ലേ. സീരിയസ് ആയിട്ട് നല്ലവരുടെ ഒരു സൈ ക്യാരക്ടർ ഇല്ലടല്ലേ. ചിരിയൊക്കെ കാണണം, മലയാളമൊക്കെ എടുത്ത് പറയുന്നത് ചിരിയൊക്കെ കാണണം, വേറെ ലെവല്. പിന്നെ അതിൽ A സർട്ടിഫിക്കറ്റ് ഉള്ളത്. ഇപ്പൊ നമ്മുടെ കൂലിക്ക് A സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ A സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള വകയ്ക്കൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ മാർക്കോന്റെ അത്രയൊന്നും വന്നിട്ടേ ഇല്ല. A സർട്ടിഫിക്കറ്റ് മാർക്കോയ്ക്കൊക്കെ AA കൊടുക്കണം, അല്ലെങ്കിൽ AAA കൊടുക്കണം. പക്ഷെ കൂലിയിൽ അങ്ങനെ ബ്രൂട്ടലായിട്ട് കൊല്ലലൊന്നും ഇല്ല, നോർമല്. നമ്മുടെ രജനിയാണെങ്കിൽ സ്ഥിരം കൊല്ലലൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അതിൽ പറയാനുള്ള വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ രജനിയാണെങ്കിൽ പുള്ളിക്കാരൻ ഓൾറെഡി നമുക്ക് വയസ്സായെന്ന് അറിയാമല്ലോ. അപ്പൊ പിന്നെ മാസിന് ഒരു കുറവുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഇങ്ങനെ നടന്നു ഓടിച്ചൊന്നും ഫൈറ്റ് ഇല്ല, ജസ്റ്റ് നോർമലി നിന്നവിടെ നിന്ന് അങ്ങോട്ടേക്കൊക്കെ ഫൈറ്റ് ഉണ്ട്. പിന്നെ അതിലേക്ക് ചില കാര്യങ്ങൾ ലാഗായി തോന്നുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൗബിന് നമ്മുടെ സത്യരാജിന്റെ മക്കളുണ്ട് 3 പേര്. അതിലൊരു മകൾ വന്നിട്ട് രജനിന്റെ മകൾ തന്നെയാണ്, അതാണ് ശ്രുതി ഹാസൻ. അത് നമുക്ക് ലാസ്റ്റ് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് അത് ട്വിസ്റ്റ് എന്നല്ല, നോർമൽ സാധനം തന്നെയാണ്, അത് വിടില്ല. അതിൽ സൗബിൻ ചേസിന് ഒരു സീൻ ഉണ്ട് ശ്രുതി ഹാസൻ ട്രെയിനിലൊക്കെ വെച്ചിട്ട്. പക്ഷെ അത് സീരിയസ് ആയിട്ട് ഞാൻ പറയുമല്ലോ, വൺ രീതിയിൽ ലാഗ് പറഞ്ഞാൽ 1 ലാഗ് ഇല്ല സീരിയസ് ആയിട്ട്. ഇപ്പൊ ട്രെയിനിൽ ഇങ്ങനെ ഇവര് ഓട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, ശ്രുതിഹാസൻ ഇങ്ങനെ ഓട്ടിക്കൊണ്ടേയിരിക്കും. രജനിയാണ് പിന്നെ നമ്മുടെ ജയിലറിലെ പോലെ തന്നെ കുറേ സാധനങ്ങൾ അവിടെ ജയിലറിൽ നമ്മുടെ രജനിയാണ് ആരെങ്കിലും തൂക്കി കഴിഞ്ഞാൽ രജനിയാണ് ഓപ്പോസിറ്റ് വില്ലന്മാരുടെ എന്തെങ്കിലുമൊക്കെ സംഭവം തൂക്കും. അവർക്ക് വിലമതിക്കാനാവാത്തൊരു സംഭവം തൂക്കും. അതാണ് സംഭവം സ്ഥിരം ആയിട്ട് നമുക്ക് എനിക്ക് തോന്നിയത് ഇല്ലടല്ല കണ്ടപ്പോൾ. പക്ഷെ ആ സിനിമയിലും കണ്ടു, ഈ സിനിമയിലും കണ്ടു, അതുപോലെ എനിക്കും തോന്നി. അപ്പൊ അതിൽ തൂക്കുന്നു സ്വാഭാവികം. അപ്പൊ ശ്രുതിഹാസനെ പിന്നെ അവിടെ നിന്ന് രക്ഷിച്ചു വിടുന്നു. ശ്രുതിഹാസൻ ആദ്യം സൗബിൻ ആദ്യം ശ്രുതിഹാസനെ ഹൈജാക്ക് ചെയ്യാണ്, തട്ടിക്കൊണ്ടുപോകാണ്. തട്ടിക്കൊണ്ടുപോയ ശേഷം ഇങ്ങനെ ഭീഷണിപ്പെട്ട സമയത്ത് നമ്മുടെ സ്ഥിരം അണ്ണൻ രജനാണ് ഇങ്ങനെ
ആദ്യമൊക്കെ ഇങ്ങനെ കെഞ്ചിന് പോലെ കണ്ടു, പിന്നെ എന്നാണ് ചിരിച്ചും കൊണ്ട് നമ്മുടെ ഒരു കണ്ണാടി തേക്കുന്നില്ല. എൻ്റെ ഒരു വീഡിയോ കോളിൽ ഇങ്ങനെ സാധനം കാണിക്കുക, നീ അവിടെ വിളിച്ച് നോക്കി, നിന്റെ പിള്ളേരുടെ ഇവിടെ വിളിച്ച് നോക്കി പറയുമ്പോൾ അവിടെ ഒന്നും പിള്ളേരുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികം ശ്രുതിഹാസനെ വിട്ടയക്കും. എന്നിട്ട് ശ്രുതിഹാസനെ ചേസ് ചെയ്യുന്നില്ല. ചേസിന്റെ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ട്രെയിനിൽ ഇപ്പോൾ നോർമലി ട്രെയിനിൽ കയറി സെയിം സാധനം ഈ സൗബിന് ട്രെയിനിൽ കയറും. എന്നിട്ട് കുറേ ആൾക്കാരുണ്ടെങ്കിൽ അതുവരെ ആൾക്കാർ ആരും പ്രതികരിക്കുകയില്ല. ശ്രുതിഹാസനോട് വന്ന 3 പേര്, അതായത് രചനയുടെ 3 പേര്, സൗബിൻ ഷാക്കിർ ഒറ്റയ്ക്ക് ഇല്ലല്ല. നമ്മൾ ഫ്ലാഷ് ആണെങ്കിൽ എന്താ വെച്ചാൽ അപ്പോഴേ ലേറ്റ് പോയതാണ്. അപ്പോൾ ചേസ് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ ആരും അതൊരൊന്നും പ്രതികരിക്കില്ല. ട്രെയിനിലെ എല്ലാ ആൾക്കാരും പ്രതികരിക്കേയില്ല. പക്ഷേ ലാസ്റ്റ് സീനിൽ ശ്രുതിഹാസൻ അതുവരെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, രചനയുടെ ആൾക്കാരൊക്കെ സൗബിൻ ഷാക്കിറിനെ തല്ലിക്കൊണ്ടിരിക്കും. പക്ഷെ നടക്കില്ല. സൗബിൻ ഷാക്കിർ ഈ ഒരു കയ്യിലിങ്ങനെ നായ്ച്ചങ്ങളെ പോലത്തെ സംഭവം കിട്ടിയിട്ടോ. എന്നിട്ടും ഫൈറ്റാണ് ചെയ്തിട്ടുള്ളൂ, പൂര ഫൈറ്റ്. അത് ലാസ്റ്റ് കുറെ ആൾക്കാർ പ്രതികരിക്കും. അതെനിക്ക് ഭയങ്കരമായിട്ട് ലാഗായി തോന്നി. പിന്നെ നമ്മുടെ സൗബിൻ ഷാക്കിറിന്റെ ഒരു വൈഫ് ഉണ്ടല്ല, പുള്ളിക്കാരി തമിഴിലൊക്കെ കുറെ പടങ്ങളുണ്ട്. അത് ഏത് പടമാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആ പടങ്ങളിലല്ല ആ ക്യാരക്ടർ ചെയ്ത ചേച്ചില്ലേ വൈഫായിട്ട്, ആ വേറെ ലെവൽ പറഞ്ഞാൽ ആദ്യമൊക്കെ ഇങ്ങനെ സംഭവം നോർമലി ഇങ്ങനെ ഒരു അക്കൗണ്ടന്റ് ആയിട്ടൊക്കെ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നാഗാർജുനന്റെ ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത് സൗബിൻ ഷാക്കിർ. മനസ്സിലായി, ഒരു എന്തൊക്കെയോ മെയിനായിട്ട് ഹൃദയം കടത്തലാണ് ഇതിന്റെ പരിപാടി, മനുഷ്യന്മാരെ ഹൃദയം കടത്തലാണ് ഇതിന്റെ പരിപാടി. അപ്പൊ അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷെ സൗബിൻ ഷാക്കിർ നൈസായിട്ട് അങ്ങ് മൂഞ്ചിക്കും, നാഗാർജുനനെ മൂഞ്ചിച്ചിട്ട് സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ നോക്കും, സ്വന്തമായിട്ട് വൻ ഇത് ഉണ്ടാക്കാൻ നോക്കും, കിങ്ഡം ഉണ്ടാക്കാൻ നോക്കും. പക്ഷെ നടക്കില്ല. നമ്മുടെ നാഗാർജുനക്ക് ഇല്ലാത്ത അറിയുള്ളൂ. പിന്നെ പുള്ളിക്കാരൻ വേറെ ലെവലാണല്ലോ. പുള്ളിക്കാരൻ്റെ കുറേ ഫൈറ്റ് സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സംഭവം സൗബിൻ ഷാക്കിറിന്റെ വൈഫ് ഇല്ലാത്ത നല്ല ആദ്യമൊക്കെ അങ്ങനെ പാവം പോലെ അഭിനയിച്ച് പെട്ടെന്ന് അങ്ങോട്ട് മാസമാവും, കുറേ പേര് കൊല്ലും, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് രജനിയാണ് ഒരു 30 വർഷത്തിന് മുമ്പ് ദേവ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ലീഡർ, പുള്ളിക്കാരൻ കൂലിയ ലീഡറാണ്. അപ്പോൾ പുള്ളിക്കാരൻ തകർക്കാൻ ആർക്കും ആവില്ല. സീരിയസ് ആയിട്ട് എന്താ വെച്ചാൽ പുള്ളിക്കാരൻ അതിന് ലീഡർ കൂലിക്ക്, അതായത് പുള്ളിന്റെ തൊഴിലാളിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർന്നു. ആളുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ക്ഷമിക്കും, പക്ഷെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർക്കുന്നില്ല, അത് ഉറപ്പാണ് ആ ഒരു സംഭവം. പിന്നെ അതിനുശേഷം ലാസ്റ്റ് ഞാൻ അമീർ ഖാന്റെ സംഭവം വന്ന സമയത്ത് നാഗാർജുനൻ കൊന്നിട്ട് കില്ലാറില്ല. നാഗാർജുനൻ പറയും എനിക്ക് വേണ്ടി ചോദിക്കാൻ ഒരാൾ വരുവാടാന്നിട്ട് പറയും. അപ്പൊ നമ്മളും വിചാരിച്ചു അമീർ ഖാൻ എന്തായാലും വരും, രജനിയാണെൻ തീർക്കും വിചാരിച്ചു. പക്ഷെ അമീർ ഖാൻ വന്നില്ല. ലാസ്റ്റ് എൻട്രിയിൽ രജനിയാണെന്നെ നാഗാർജുനനെ കൊന്നിട്ട് ഇങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി വരും. ആ ഒരു ഷിപ്പിന്റെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും ഫുൾ ആൾക്കാർ തോക്കൊക്കെ ചുറ്റും നിൽക്കും. രജനിയാണെന്നെ തല്ലി മറ്റേ ഇങ്ങനെ മൂടുമല്ലോ, നമ്മുടെ ആ സംഭവം മൂടി തുറക്കുമ്പോൾ മരുഭൂമിയിലായിരിക്കും. മരുഭൂമി ഫുള്ള് വില്ലന്മാർ ചുറ്റും മറ്റേ റേഞ്ച് റോവർ അങ്ങനത്തെ കുറേ കാറുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. തോക്കും പിടിച്ചിട്ട് നോക്കുമ്പോൾ ഹെലികോപ്റ്റർ പറന്നിറങ്ങുന്നു, ഹെലികോപ്റ്റർ തുറക്കുന്നു, ഒരു 5-6 ഹസ്കി നായ്ക്കൾ ഇങ്ങനെ ചാടി വരുന്നു. നോക്കുമ്പോൾ ആ ചാടി വരുന്ന ഹസ്കി നായ്ക്കളെ പിടിച്ചിട്ട് നമ്മുടെ അമീർ ഖാൻ ഷോർട്സ് ഒക്കെ ഇട്ട് ഫുൾ ടാറ്റു അടിച്ചിട്ട് അത് വേറെ ലെവലായിരുന്നു. ഇവിടെ മീശാക്കി പിടിച്ചിട്ട് എന്നിട്ട് നേരെ വരുന്നു നമ്മുടെ യൂസഡ് ഏറിയില്ലേ, യൂസഡ് ആയി പബ്ജിയിലെ കണ്ട യൂസഡ് ആയി നിങ്ങൾക്ക് അറിയാവുന്ന. പിന്നെ മിനിമിൽറ്റിലൊക്കെ ബുള്ളറ്റ് ചറഹറാ പോണ ആ സാധനം എടുക്കുന്നു. മറ്റേ ഓപ്പോസിറ്റുമാര് ബാബുരാജ് കണ്ടിട്ടില്ലല്ലേ, ആ ബാബുരാജ് ഈ നമ്മുടെ നാഗാർജുനന്റെ ഓപ്പോസിറ്റുമാരൊക്കെ ഇങ്ങനെ ചിററാന്ന് കൊല്ലും ഒരേ കൊല്ലാണ് കേട്ടല്ലേ. അതിനുശേഷം ഒരു വാളെടുത്തിട്ട് രജനിയാണ് അങ്ങനെ ബെട്ടാവട്ടെ ഇങ്ങനെ വെട്ടുമ്പോഴേക്കും രജനാണ് അന്നെ കണ്ട് നിൽക്കും. ഞാൻ നോക്കുന്ന സമയത്ത് അയ്യോ അണ്ണാ നിങ്ങളാ എന്ന് നമ്മുടെ അമീർ ഖാൻ പറയും, കൂലി ലീഡർ നിങ്ങളാ എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇവിടെ ഈ കൂലികളിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് കൊല്ലാൻ വേണ്ടി പറയും. അതിൽ രജനിയൊക്കെ ഉണ്ടാവും. ആ കൊല്ലുന്ന സമയത്ത് നടക്കില്ല. രജനി എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് വന്നവരെ തീർക്കും. അതിൽ ഒരെണ്ണം വന്നിട്ട് നമ്മുടെ അമീർ ഖാന്റെ ഏട്ടനായിരിക്കും, അതായത് നാഗാർജുനന്റെ ഏട്ടൻ. അമീർ ഖാന്റെ അനിയനാണ് നാഗാർജുന, അല്ല അമീർ ഖാന്റെ അനിയനാണ് നാഗാർജുനന്റെ ഏട്ടനൊരാളുണ്ട്, അയാളാണ് തട്ടണത് ഫസ്റ്റ്. അത് ചെറുതായിട്ടൊക്കെ കാണിക്കുള്ളൂ, 30 വർഷം മുമ്പ് ആ കൂലിയുടെ സംഭവം ഡൽഹിയിലുള്ളത്. അപ്പൊ എന്താ വെച്ചാൽ ഈ അമീർ ഖാൻ സ്വാഭാവികമായും നമ്മുടെ രജനിയുടെ ഫാനായിരിക്കും. അപ്പോൾ അയ്യോ അണ്ണാ നിങ്ങൾ ഇപ്പോഴും എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് സൗബിൻ ഷാക്കിറിനെ എന്താ വെച്ചാൽ സൗബിൻ ഷാക്കിർ ചാവുകയില്ലല്ലേ, അവനെ കൂച്ചിട്ടും അവൻ എണീച്ചു വരും. അതാണ് ഒരു സംഭവം. കൂച്ചിട്ടും മറ്റേ എണീറ്റ് വന്നുകൊണ്ടിരിക്കും. അതൊക്കെ വൻ സീനാണ് കേട്ടല്ലേ. അപ്പോൾ ചാവുകയില്ല. ലാസ്റ്റ് ഒരു വമ്പ കുഴിച്ച് അതിലിങ്ങനെ തട്ടും. ആ തട്ടുന്ന സീനിലുള്ള നമ്മുടെ ഉപേന്ദ്ര പറഞ്ഞ ആളുണ്ടല്ലോ, നമ്മുടെ നടൻ രജനി അണ്ണൻ പിന്നെ അമീർ ഖാൻ 3 കൂടി ഇങ്ങനെ വീഡിയോ വലിച്ചിട്ട് സംഭവം സീൻ ഫിനിഷ് അത്രേ ഉള്ളൂ. ഇതാണ് സംഭവം കേട്ടത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ പടം കണ്ടു എനിക്ക് ഓരോ ഒരു കാര്യം പറഞ്ഞതാണ് മനസ്സിലായത് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടത്. എന്താ വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങളെ നല്ല പടങ്ങളെ കണ്ടിട്ട് ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ സുമതികളവ് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു ആ നല്ല പടമൊക്കെ വരും വിചാരിച്ചിട്ട്. പക്ഷെ അതിനുശേഷം സുമതികളവ് വെച്ചാൽ സുമതികളല്ല, എനിക്ക് മുമ്പത്തെ രജന്റെ പടം ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയത് വേട്ടയാണെന്ന് തോന്നുന്നു ഇല്ലാടല്ലേ. അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബെറ്റർ ഇല്ലെന്ന് പറയാം. ജസ്റ്റ് LCU ഇല്ലാടല്ല, ലോകേഷിന്റെ പടം നിങ്ങൾ കണ്ടു നോക്കുക. നല്ല BGM ഉണ്ട്. പിന്നെ മോനിക പാട്ട് കേട്ടാൽ വേറെ ലെവലായിട്ട്. ഞാൻ തിയേറ്ററിൽ കൂടെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് സൂപ്പർ പാട്ട്. പിന്നെ പാട്ട് 2-3 പാട്ടുണ്ട്. ഫസ്റ്റ് 3 പാട്ട് അടുപ്പിച്ച് വരികയില്ല, അതെനിക്കെന്തോ പെട്ടെന്ന് ലാഗ് പോലെ തോന്നി. കുഴപ്പമില്ല. ബട്ട് ഓവറോൾ ഇറ്റ്സ് എ നൈസ് മൂവി. എല്ലാവരും പോയി കണ്ടു നോക്കുക. സീരിയസ്ലി രജനീകാന്തിന്റെ മാസ് ആണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടാൽ നമുക്ക് ഒരു ഫീൽ കിട്ടുള്ളൂ സീരിയസ് ആയിട്ട്. പിന്നെ ബാക്കി പറയത്തൊക്കെ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇല്ലാതെ, ഇത്രേ ഉള്ളൂ. എനിക്ക് തോന്നിയതാണെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്താ തോന്നിയ വെച്ച് കമന്റ് ചെയ്യുക. അപ്പോൾ ഓവറോൾ അതേ പറയുള്ളൂ. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഒരു
വമ്പൻ പടം എന്ന് പറയാൻ പറ്റില്ല, നോർമൽ പടം. പിന്നെ LCU ആയിട്ട് കണക്ട് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ലോകേഷ് അണ്ണൻ എന്തോ പറഞ്ഞു ഇന്റർവ്യൂവിൽ നിങ്ങളെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരിക്കും, നിങ്ങൾ തിയേറ്ററിൽ നിന്നൊക്കെ എണീക്കും എന്നൊക്കെ പറഞ്ഞു. എണീറ്റില്ല, മൂത്രയ്ക്കാണ് ഞങ്ങൾ എണീച്ച് പോയിട്ടാ, അല്ല വേറെ എവിടെയും പോയൊന്നുമില്ല. എനിക്കാ തോന്നുന്നു. പിന്നെ LCU ആയിട്ട് കണക്ട് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. ലോകേഷ് അണ്ണനെ ഇപ്പം LCU കണക്ട് ചെയ്യുമ്പോൾ ഏറെക്കുറെ ആൾക്കാർക്ക് ഒരു ഇത് വരും, ഒരു ഹരം വരും. പക്ഷെ അത് കണക്ട് ചെയ്തെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പക്ഷെ ഇതിൽ നമ്മൾ രോമാഞ്ചിഫിക്കേഷൻ ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ പടത്തിൽ. മെയിനായിട്ട് അത് പറയാം, രോമാഞ്ചം ഇപ്പം അത് നടക്കും എന്നൊന്നും പറയാനൊന്നുമില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ ഇരുന്ന് കാണാൻ തന്നെ അവസാനം വരെ. എനിക്കത് അപ്പോൾ കൂലി നമ്പർ 434311. ഓക്കെ, ബൈക്കിലുള്ള. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതേ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ സെക്രട്ടറി കുറേ ആയി. അപ്പോൾ ഈ ഒരു റിവ്യൂയോട് കൂടി നമ്മൾ ഇവിടെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതേ പറയുന്നുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. റിവ്യൂ ഞാൻ നമുക്ക് പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ പടം അങ്ങനെ കണക്ട് ചെയ്തിട്ട് വന്നപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് മൈൻഡ് പോയി. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തോന്നിയ സംഭവങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും, നല്ല സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ട്, BGM ഒക്കെ സെറ്റാണ്, പാട്ട് അടിച്ചു പൊളിക്കൂ, ഡാൻസ് കളിക്കൂ, അതൊക്കെ പറയുള്ളൂ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക.